പൊള്ളി കൈ നല്ല പോലെ പൊള്ളി. എന്നെ അച്ഛനും അമ്മേനെയും കുഞ്ഞാവിനെയും കൂടി അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടാന്നില്ലേ ഇനി ഇപ്പോഴും നമ്മളെ വീട്ടിനുള്ളിലേക്ക് കയറ്റൂല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ബീഫ് കഴിച്ച് തീർത്തിട്ട് അല്ലാണ്ട് നമ്മളെ വീട്ടിനുള്ളിലേക്ക് കയറ്റൂല. ബീഫ് വീടിനുള്ളിലേക്ക് കയറ്റുന്നതിൽ അച്ഛനും അമ്മമ്മക്കും ഭയങ്കര എതിർപ്പാന്നുണ്ടായത്. അതായത് അവരെ പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസമാണ് ബീഫ് വീടിനുള്ളിലേക്ക് കയറ്റാൻ പാടില്ല എന്നുള്ളത്. അച്ഛനും അമ്മയും ബീഫ് കഴിക്കൂല്ലാട്ടാ. അഥവാ നമുക്ക് ബീഫ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും, അല്ലാണ്ട് വീടിനുള്ളിൽ നിന്നോ വീട്ടിൽ നിന്നോ ബീഫ് ആക്കൂല, ബീഫ് വീടിനുള്ളിൽ നിന്ന് കഴിക്കൂല. ബീഫ് ആക്കാൻ വേണ്ടി അമ്മമ്മ ഒരു പഴയ കുക്കറാണ് നമുക്ക് തന്നിട്ടുണ്ടായത്, വീട്ടിൽ യൂസ് ആക്കാത്ത ഒരു പഴയ കുക്കർ. നമുക്ക് നാലാക്കുവാണെങ്കിൽ ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അച്ഛൻ ബീഫ് മേടിച്ചിട്ട് വന്നാടെ അമ്മമ്മ പറഞ്ഞു ഉള്ളിൽ നാക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കൂല, വീടിന് പുറത്തുനിന്നാക്കിയാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ നാലാളിതാ ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തായി. ഇനിയിപ്പം ബീഫ് പുറത്തുനിന്ന് തന്നെ കഴിച്ചതിന് ശേഷം നമുക്കുള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. സ്നേഹം ഭയങ്കരമായിട്ട് കൂടിയാൽ ഇവളെ സ്വഭാവം ഇത് എങ്ങനെയായിരിക്കും, പിടിച്ചമർത്തും കെട്ടിപ്പിടിക്കലും ചെയ്യും. ഇതേ സ്വഭാവം ഇടയ്ക്ക് എൻ്റെ അടുത്തും അമ്മയുടെ അടുത്ത് കൊടുക്കും, പക്ഷെ നമുക്ക് വേദന പറ്റിയാൽ നമ്മൾ തിരിച്ചു കൊടുക്കും. അച്ഛൻ ഒരു വിധം ഇവളെ സ്വഭാവം ക്ഷമിച്ച് വേദന പറ്റിയാലും അവിടെ മിണ്ടാണ്ടിരിക്കും. അമ്മ ആദ്യമായിട്ടാണ് ബീഫ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഫ്ലോപ്പായി പോകുന്നില്ല പേടി നല്ലോണം ഉണ്ടായിനി. കുറേ യൂട്യൂബിലത്തെ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് ഇപ്പം ഈ ഒരു ബീഫ് ആക്കുന്നത്. പക്ഷെ വിചാരിച്ച പോലെയുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിനി. കുഞ്ഞാനോട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്രഷൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇടുക പറഞ്ഞപ്പം കുറച്ചൊന്ന് ആർട്ടിഫിഷ്യൽ ആയി പോയി. പക്ഷെ ഇവളിപ്പോൾ ആക്കിയ മുഖം പോലെ അല്ല ബീഫ്, ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഈ ബീഫിന്റെ അപ്പുറം കുറച്ച് കള്ളും കപ്പയും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി സെറ്റ് ആയനെ. പക്ഷേ കപ്പ പണിക്കാൻ പോകുമ്പോഴേക്കും സമയം വൈകുന്നേരമാവും. നമ്മൾ ഉച്ച സമയത്താണ് ബീഫ് ആക്കിയിട്ടുണ്ടായത്. ഇനിയിപ്പം ബീഫ് ആക്കിയതിന് ശേഷം നേരെ പോയി ചോറ് കഴിക്കണം. ഇവള് വേണ്ടാത്ത കുറേ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്, അതാരും കാര്യമാക്കേണ്ട. അങ്ങനെ നമ്മൾ ബീഫ് ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ നല്ല ചൂടോടെ എടുത്ത് വായിലിട്ടപ്പോഴേക്കും വായി നല്ല പോലെ പൊള്ളിപ്പോയി. അങ്ങനെ ബീഫെല്ലാം റെഡി ആയിട്ട് ആകുമ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പ് വന്നു. ഇനി നേരെ പോയി ചോറ് കഴിക്കണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം.